മിശിഹായിൽ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, പ്രിയമക്കളെ, അപ്പസ്തോല പ്രവൃത്തികൾ 16:6 മുതൽ 7 വരെ വാക്യങ്ങൾ. Acts of the Apostles, chapter 16, verses 6 and 7. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്നതിൽ നിന്ന് പരിശുദ്ധാത്മാവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് അവർ ഫ്രിജിയ, ഗലാത്തിയ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. മിസ്സീയായിക്ക് അടുത്തു വന്നപ്പോൾ ബിഥീനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. എങ്കിലും ഈശോയുടെ ആത്മാവ് അതിനനുവദിച്ചില്ല. സ്വന്തം താൽപര്യത്തിനും അഭിരുചിക്കും യോജിച്ച ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കാത്തതിനാൽ കുണ്ഠിതപ്പെടുന്ന പലരുമുണ്ട്. ആഗ്രഹിച്ച സ്ഥാനത്ത് പ്രവേശിക്കുവാൻ സാധിക്കാത്തതിനാൽ മനക്ലേശം അനുഭവിക്കുന്നവരുമുണ്ടായിരിക്കും. ദൈവം നമ്മെപ്പറ്റി ഉദ്ദേശിച്ച സ്ഥാനത്തല്ല നാം വന്നെത്തിയിരിക്കുന്നതായിരിക്കും നമ്മുടെ സംശയം. നമ്മുടെ കഴിവ് എന്താണെന്നും എവിടെയാണ് നാം പ്രവർത്തിക്കേണ്ടതെന്ന് നമ്മളെക്കാൾ അധികം ദൈവമാണ് അറിയുന്നത്. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ ജീവിക്കുന്നവരെ അവർ ഉദ്ദേശിക്കുന്ന പ്ലാനുകളിൽ നിന്ന് മാറ്റി കൂടുതൽ പ്രയോജനപ്രദമായ ചുമതലകളിൽ ദൈവം പ്രവേശിപ്പിക്കും. രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ആസ്യയിലും ബിഥിന്യയിലും പോകുവാൻ പൗലോസ് ആഗ്രഹിച്ചു. പക്ഷേ പരിശുദ്ധാത്മാവിന് അതിന് തടസ്സം അറിയിച്ചു. മാസിഡോണിയയിലേക്ക് പോകുവാൻ രാത്രിയിൽ ദർശനത്തിലൂടെ നിർദ്ദേശം ലഭിച്ചു. പൗലോസിന്റെ ആഗ്രഹത്തിന് വിപരീതമായാണ് മാസിഡോണിയയിൽ പോയത്. ആ യാത്ര ചരിത്രത്തിൽ വലിയ വ്യതിയാനം വരുത്തി. യൂറോപ്പിൽ സുവിശേഷം പ്രസംഗിക്കാനും സഭ സ്ഥാപിക്കുവാനും കാരണമായി. ഫിലിപ്പിയ, തെസ്സലോനിക്ക, കൊറിന്ത് എന്നീ യൂറോപ്യൻ നഗരങ്ങളിൽ സഭ സ്ഥാപിക്കുകയും ചെയ്തു. ദൈവം എന്നെ അറിയുന്നു, എന്റെ പ്രാർത്ഥന കേൾക്കുന്നു, എന്റെ കാര്യങ്ങൾ ഇടപെടുന്നു എന്ന് ബോധ്യമുള്ള ഒരാൾ ഏത് തൊഴിലായാലും നിരാശപ്പെടേണ്ടതില്ല. ദൈവത്തിന്റെ അറിവോടെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നതെന്ന ബോധ്യം നമ്മെ ഭരിക്കട്ടെ. നാം ഒരിക്കലും പരാജയപ്പെടുകയില്ല. നമുക്കുചിതമായ സ്ഥാനമേതെന്ന് നമ്മേക്കാളേറെ ദൈവം അറിയുന്നു. അതുകൊണ്ട് ദൈവം കാണിച്ചു തരുന്ന ആ ജോലിയിൽ, ആ ശുശ്രൂഷയിൽ ഏർപ്പെടുകയാണ് നമ്മുടെ വിജയം. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.